എല്ലാവർക്കും നമസ്കാരം. പാചകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് നല്ലൊരു നാടൻ വിഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പോത്തിറച്ചിയും നേന്ത്രക്കായും കൂടെ ഉലർത്തിയതാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. ഇത് മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ സൈഡിലൊക്കെ വളരെ പ്രചാരത്തിലുള്ള ഒരു വിഭവമാണ്. നല്ല നെയ്യുള്ള പോത്തിറച്ചിയും നല്ല നാടൻ നേന്ത്രക്കായും കൂടെ ചേർന്ന് വരുന്ന ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. നല്ല നെയ്യുള്ള പോത്തിറച്ചിയാണ് ഇതുണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത്. നമ്മൾ മേടിക്കുന്നത് പോത്തിറച്ചി തന്നെയാണോ എന്ന് അറിയാനായിട്ട് ഒരു ടിപ്പ് പറഞ്ഞു തരാം. പോത്തിറച്ചി ആണെങ്കിൽ അതിൽ കാണുന്ന നെയ്ക്ക് നല്ല വെള്ള കളറായിരിക്കും. മഞ്ഞ നിറത്തിലുള്ള നെയ്യാണെങ്കിൽ അത് പോത്തിറച്ചിയല്ല. ഇവിടെ ഞാൻ 1 കിലോ പോത്തിറച്ചിയാണ് ഉപയോഗിക്കുന്നത്. അത് ചെറുതായിട്ട് മുറിച്ച് കഴുകി അതിൻ്റെ വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാദ്യം വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ആക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 3-4 പച്ചമുളക്, ഞാനിവിടെ വെള്ള കാന്താരയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്, അതായത് ഒരു 4 കുടം വെളുത്തുള്ളിയും പിന്നെ 3 വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. ഇതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബീഫ് വേവുന്ന സമയത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ബീഫിൻ്റെ ടൈപ്പ് അനുസരിച്ചും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ സൈസ് അനുസരിച്ചും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഞാനിവിടെ ചെയ്യുന്നത്, ഇത് ആദ്യത്തെ വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കും. പിന്നെ തീ കുറച്ച് വെച്ചിട്ട് 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കും. ബീഫ് ഇവിടെ വേവുന്ന സമയത്ത് ഇതിലേക്കുള്ള നേന്ത്രക്കായ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ 1 കിലോ നേന്ത്രക്കായ തന്നെയാണ് ഇതിനോട്ട് ഉപയോഗിക്കുന്നത്. അതായത് ഏകദേശം 6 എണ്ണത്തോളം ഉണ്ട്. ഇത് അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞിടാനുള്ള വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. ഉപ്പ് ചേർത്ത വെള്ളത്തിലേക്ക് ഇത് അരിഞ്ഞിട്ടാൽ ആ കായയുടെ കളറ് മാറില്ല, കറുത്ത് പോവില്ല. പിന്നെ അധികം കറ പിടിക്കില്ല. നമ്മുടെ കയ്യിലാണെങ്കിലും കത്തിയിലാണെങ്കിലും അധികം കറ പിടിക്കില്ല. അപ്പോൾ കൈയും പിന്നെ ആ കത്തിയും ഈ വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കാം. ഇതെനിക്ക് അന്നമ്മച്ചേടത്തിയുടെ ചാനലിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതിനു മുമ്പ് ഞാൻ മഞ്ഞൾ വെള്ളത്തിലാണ് അരിഞ്ഞിട്ടിരുന്നത്. പക്ഷെ അതിനേക്കാളും നല്ലത് ഇതുപോലെ ഉപ്പുള്ള വെള്ളത്തിൽ ഇത് അരിഞ്ഞിടുന്നതാണ്. ഇതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല. ഈ 2 സൈഡ് ഇതുപോലെ മുറിച്ച് കളയുക. പിന്നെ പൊങ്ങി നിൽക്കുന്ന ആ വരമ്പ് പോലെയുള്ള ഭാഗം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചെത്തിക്കളയുക. എന്നിട്ടിത് 4ആയിട്ട് ഇതുപോലെ മുറിച്ചെടുക്കണം. എന്നിട്ട് കുറച്ച് കട്ടിയിൽ ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഇതിങ്ങനെ മുഴുവനും അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് ഉലച്ച് കഴുകിയ കറിയുള്ള വെള്ളം കളഞ്ഞെടുക്കണം. അപ്പോൾ ഈ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. ഇതിലെ ആ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ടങ്ങ് വെന്തിട്ടില്ല. ഇതിലേക്ക് കായ ചേർത്തിട്ടാണ് അത് നമ്മൾ വേവിക്കുന്നത്. ഇപ്പം നിങ്ങൾ തുറക്കുമ്പോൾ ഈ സമയത്ത് ബീഫ് നന്നായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ കായ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒന്നുകൂടി നമ്മളിത് വേവിക്കുമ്പോൾ ഇറച്ചി കൂടുതലായിട്ടങ്ങ് വെന്ത് ഉടഞ്ഞു പോകും. ഈ കായ ഇതിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് മൂടി വെച്ച് 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്ത് കുറച്ച് നേരം ആയിട്ടുണ്ട്. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇതിവിടെ ഇപ്പോൾ പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉലർത്തിയെടുക്കുന്നതെന്ന് നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു രുചി കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞാണ് ചേർക്കുന്നത്. ഞാനിവിടെ ഏകദേശം 50 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. അതായത് ഒരു 130 ഗ്രാം ചുവന്നുള്ളിയാണിത്. ചുവന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാളയാണെങ്കിലും ഉപയോഗിക്കാം. സവാളയാണെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള 2 എണ്ണം ഉപയോഗിച്ചാൽ മതിയാവും. പക്ഷേ സവാളയെക്കാളും ടേസ്റ്റ് കൂടുന്നത് എപ്പോഴും ചുവന്നുള്ളി ഉപയോഗിക്കുമ്പോഴാണ്. ഇത് നന്നായിട്ട് വഴന്ന് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്നവർ ഇത് ഇളക്കി കൊടുക്കുക. പിന്നെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും
അത് ബാക്കിയുള്ളത് മുഴുവൻ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കാം. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇനി എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 4-5 കാന്താരി മുളകാണ് ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി ഇത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറിലെത്തുമ്പോഴാണ് ആ കറിക്ക് നല്ലൊരു രുചി കിട്ടുന്നത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർക്കാം. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കറിക്ക് നല്ല എരിവുള്ള രീതിയിലാണ് ഇതിപ്പോൾ ഉണ്ടാക്കുന്നത്. വീട്ടിലെല്ലാവർക്കും നല്ല എരിവുള്ള കറിയാണ് ഇഷ്ടം. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയുടെ അളവും അതുപോലെ പച്ചമുളക്, കുരുമുളകിൻ്റെ ഒക്കെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കായും ചേർത്ത് കൊടുക്കാം. ആ സ്റ്റോക്കോട് കൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് ഇരിക്കും തോറും ഒന്നുകൂടി ഡ്രൈ ആയി വരും. നിങ്ങൾക്ക് ഇതുപോലെ വരട്ടിയെടുത്ത പോലെയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അല്ല കുറച്ച് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് 1 കപ്പോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം. പിന്നെ എരിവ് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. 4 ടീസ്പൂൺ ഗരം മസാല, അതായത് ചെറിയ സ്പൂണിന് 4 സ്പൂൺ ഗരം മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഗരം മസാല എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് ഇരിക്കും തോറും കൂടുതലങ്ങ് കട്ടിയായി വരും. അപ്പോൾ അതനുസരിച്ച് ഈ സമയത്ത് വെള്ളം ചേർത്ത് ഗ്രേവി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് അധികം ലൂസായിട്ടുള്ള ഗ്രേവി അല്ല വേണ്ടത്, കുറച്ച് കട്ടിയുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് ഇത് വിളമ്പുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബീഫും കായും ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും തോന്നുന്നുണ്ടെങ്കിൽ അവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് അരികിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.